മനുഷ്യജന്മം ആണ് മറ്റ് ജന്മങ്ങളെക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത്. സാധാരണ പ്രകൃതിദത്തമായ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ മൃഗങ്ങൾക്കും മനുഷ്യർക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മനുഷ്യന് ആഹാരം വേണം, അവന് കുടുംബ സംവിധാനം വേണം, അവൻ ഉറങ്ങണം, ഇതെല്ലാം മൃഗങ്ങൾക്കുണ്ട്. അത്രയിപ്പം വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ പ്രകൃതിദത്തമായ ചോദന കൊണ്ട്, പ്രേരണ കൊണ്ടാണ് മൃഗങ്ങൾ സുഖമായി ജീവിക്കുന്നത്. മനുഷ്യൻ കൃത്രിമമായ മാർഗങ്ങളിൽ കൂടെയാണ് സുഖമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ധാരാളം സമ്പത്തുണ്ടായി, വളരെ അറിവുണ്ടായി, ഇതൊക്കെ ഉണ്ടെങ്കിലും അയാളുടെ ആഹാര, നിദ്ര, കുടുംബജീവിതം ഇത്രയും ആണ് ജീവിത ലക്ഷ്യമെങ്കിൽ ഇതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. മാത്രമല്ല അയാൾക്ക് സ്വസ്ഥത ഉണ്ടാകുകയും. എന്തുകൊണ്ട്? നമുക്കറിയാം, ധാരാളം ധനസമ്പത്ത് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ആൾ സുഖിക്കുമെന്നാണ് ദരിദ്രന്റെ വിചാരം. പക്ഷേ ധനികനോട് ചോദിച്ചാൽ അയാൾക്കൊരു സ്വസ്ഥതയുമില്ല. നേരെ മറിച്ച് വിദ്യ ധാരാളം സമ്പാദിച്ചു, ഭൗതികവും ലൗകികവുമായ വിദ്യകൾ സമ്പാദിച്ച് അവര് വളരെ ഉയർന്നിട്ടും സ്വസ്ഥതയില്ലാതെ കഴിയുന്നുണ്ട്. ഇനിയും ലൗകിക ഭോഗങ്ങളൊക്കെ നല്ലതുപോലെ അങ്ങ് അനുഭവിച്ച് തൃപ്തിപ്പെടാം എന്ന് വെച്ചാൽ അതിനുള്ള ഇന്നത്തെ നല്ല ഉദാഹരണം അമേരിക്കയാണ്. ലോകത്തിലെ ലൗകിക ഭോഗങ്ങളുടെ പരമകഷ്ടയിൽ എത്തിയിരിക്കുന്ന അമേരിക്കയിലെ കോടീശ്വരന്മാരുടെ മക്കൾ അവിടുത്തെ സമൂഹ ജീവിതം കൊണ്ടും അവിടുത്തെ സുഖഭോഗം കൊണ്ടും തൃപ്തന്മാരല്ലാതെയായിട്ട് ഹിപ്പികളായി തുടങ്ങി. അതായത് തോന്നിയാസം കാണിക്കാൻ നടത്തുന്ന പറഞ്ഞാൽ അവർക്കൊരു സിദ്ധാന്തമുണ്ട്. സമൂഹനീതികളെ ധിക്കരിക്കുക, സ്വതന്ത്രനായി ജീവിക്കുക, ഒന്നിനും വിലക്ക് പാടില്ല. അവർക്ക് തോന്നുന്ന എന്തോ അതുപോലെ ചെയ്യുക. നമ്മളിപ്പോൾ ഈ റോഡിലൂടെ പോകുമ്പോൾ രണ്ട് മൃഗങ്ങൾ, കാളയും പശു ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. അവർക്ക് എന്ത് തോന്നിയോ അതുപോലെ അവരവിടെ വെച്ച് ചെയ്യുക. ഇതുപോലെ മാത്രമല്ല, ഈ ലൗകികത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ വേണ്ടി മയങ്ങുക. മദ്യം കൊണ്ടൊന്നും തൃപ്തിപ്പെടാതിരുന്നിട്ട് അനേക തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് മയങ്ങിയിരിക്കുക. കുളി വേണ്ട, മറ്റൊന്നും വേണ്ട. ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല. പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയിൽ നിന്നിട്ടുള്ള ശ്രീകൃഷ്ണബോധ പ്രസ്ഥാനം, യോഗ സമ്പ്രദായ പ്രസ്ഥാനം, ഇങ്ങനെയുള്ള അനേക പ്രസ്ഥാനങ്ങളിൽ പെട്ട് അമേരിക്കയിലെ അനേക യുവാക്കന്മാരും യുവതികളും നമ്മുടെ ഭാരതത്തിലും ഏഷ്യയുടെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ചുറ്റി കറങ്ങുന്നുണ്ട്. ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നൊക്കെ പത്രത്തിൽ കാണുന്നുണ്ടല്ലോ. അതിനൊരു സിദ്ധാന്തമാണ്. എന്തുവാ? പരിഷ്കാരികളായ ആ യൂറോപ്യന്മാരെ ബംഗാളികളെ പോലെ മുണ്ടും താറും ധോത്തിയും എടുത്ത് തലമുട്ടയടിച്ചിട്ട് ഇവിടെ രണ്ട് തലമുടിയും വെച്ച് ഇങ്ങനെ റോഡേ കൂടെ കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് ഹരേ രാം ഹരേ രാം ഹരേ കൃഷ്ണ ഇങ്ങനെ ജപിച്ചുകൊണ്ട് വഴിയോടെ നടക്കുക, അഭിമാനമില്ലാതെ. അതിനൊരു ലഹരിയുണ്ട്. അതിലിങ്ങനെ പിടിച്ച് അങ്ങനെ ഈ ലോകത്തെ മറന്ന് ജീവിക്കാൻ അവരാഗ്രഹിക്കും. പക്ഷെ അതിൽ നിന്നും കുറെ പേര് പിന്തിരിഞ്ഞു. പിന്നെ യോഗമാർഗത്തിലേക്ക് ഞാൻ ഇത്രയും പറഞ്ഞത് കൊണ്ട് ഇന്ന് ഈ കാണുന്നതൊന്നും വേണ്ടെന്നർത്ഥമാകരുത്. അതുകൂടെ ഇതുകൊണ്ട് മാത്രം പോരാ, അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്നുള്ളതൊക്കെ അത്യാവശ്യമായിട്ട് വേണം. പക്ഷേ മനുഷ്യന്റെ ജീവിത ലക്ഷ്യം അതല്ല. മനുഷ്യന് പ്രയോജനകരമായിട്ടുള്ള അല്ലെങ്കിൽ ജീവന് പ്രയോജനകരമായിട്ടുള്ള ചില പ്രസ്ഥാനങ്ങളുണ്ട്. അതിൻ്റെ പേരാണ് പുരുഷാർത്ഥങ്ങൾ. പുരുഷാർത്ഥങ്ങൾ എന്ന് വെച്ചാൽ പുരുഷന് പ്രയോജനപ്പെടുന്നവ. പുരുഷൻ എന്ന് വെച്ചാൽ ജീവൻ എന്നാണ് അർത്ഥം, അല്ലാതെ മനുഷ്യൻ എന്ന് മാത്രമല്ല. ഹൃദയഗുഹയിൽ ചൈതന്യ രൂപത്തിലിരിക്കുന്ന ജീവൻ എന്നാണ് പുരുഷൻ എന്നുള്ളതിനർത്ഥം. പൂരം വെച്ചാൽ ഹൃദയഗുഹ. അപ്പോൾ പുരുഷന്, ജീവന് ഇന്ന് ഏത് വിധത്തിലിരിക്കുന്നുവോ അവനെ അതിൽ നിന്ന് ഉയർത്തി ഉത്കൃഷ്ട നിലയിൽ എത്തിക്കാനുള്ള ചില പരിപാടികൾ ഋഷീശ്വരന്മാർ നിർണയിച്ചിട്ടുണ്ട്. അതാണ് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നാം ജീവനെന്ന് പറയുമ്പോൾ ഇന്ന് നമുക്കൊരു സ്ഥൂല ശരീരമുണ്ട്, ഇന്ദ്രിയമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ഇങ്ങനെ ഭൗതിക ഗുണമൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും കൊണ്ട് ഒരു മനുഷ്യനാകില്ല. അതിൽ നിന്ന് ഭിന്നമായി ഒരാത്മചൈതന്യം കൂടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നു, എൻ്റെ ദേഹം, എൻ്റെ ഇന്ദ്രിയം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി എന്നെല്ലാം പറയുമ്പോൾ എൻ്റെ ഈ ചെറിയ ഈ തൂവാല എന്ന് പറയുമ്പോൾ ഞാനും തൂവാലയും രണ്ടാണ്. അപ്പോൾ തൂവാലയുടെ ഉടമയാണ് ഞാൻ. ഇതുപോലെ എൻ്റെ ദേഹം എന്ന് പറയുമ്പോൾ ദേഹത്തിൽ നിന്ന് മാറി ദേഹത്തിൻ്റെ ഉടമയായ ഒരു ഞാനുണ്ട്. അതുപോലെ എൻ്റെ ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ ആ ഇന്ദ്രിയത്തിനും ഉടമയായ ഒരാളുണ്ട്. ഇങ്ങനെ എല്ലാത്തിനെയും പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ജീവിതത്തിൽ ഒരു ചൈതന്യം സ്ഥിരമായി നിലനിൽക്കുന്നതായിട്ട് കാണാം. അത് നാം
ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും കിനാവ് കാണുമ്പോഴും ബാല്യത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും മാത്രമല്ല ജനനത്തിലും മരണത്തിലും അത് ഒരുപോലെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ചൈതന്യം ഈ ശരീരത്തിൽ കുടുങ്ങി ഇന്ദ്രിയങ്ങൾക്ക് കടിപ്പെട്ടിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ കൊടുക്കുന്ന ആഹാരം കൊണ്ട് തൃപ്തിപ്പെടും. സ്ഥൂല ശരീരത്തിൽ കുരുങ്ങിയിരിക്കുന്ന ജീവന് അതുകൊണ്ട് തൃപ്തിപ്പെടും. ഉദാഹരണം അന്നമയ കോശം എന്നാണ് അതിൻ്റെ പേര്. ആഹാരം കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു രീതിയാണെങ്കിൽ അവൻ്റെ ആഗ്രഹം എന്താ? നല്ലതുപോലെ വല്ലതും കഴിക്കണം. ഇതിൽ കഴിഞ്ഞ് യാതൊരു ഉദ്ദേശവുമില്ല. ഏതാണ്ട് ചാർവാക സിദ്ധാന്തം പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നു. യാവത് ജീവേൽ സുഖം ജീവേൽ ദൃഢം കൃത്വാ കൃതം പിബേയൽ ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഃ എന്നാണ് അവരുടെ സിദ്ധാന്തം. എത്രത്തോളം കാലം ജീവിക്കുന്നു അത്രത്തോളം കാലം സുഖമായിട്ട് ജീവിക്കണം. കടം വാങ്ങിച്ചായാലും നെയ്യ് പാൽ ഉപയോഗിക്കണമെന്ന കള്ളം നമ്മൾ വന്നിട്ടില്ല. അത് ഭൗതികൻ പോലും നിഷേധിച്ചിരുന്ന. ഇന്നായിരുന്നെങ്കിൽ പിന്നെ ദൃഢം കൃത്വാ സുരാം പിബേയൽ കടം വാങ്ങിച്ചായാലും കള്ളു പിടിക്കണം എന്ന് പറയും. എന്താ കാരണം? ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഃ. ചാരമായി പോകുന്ന ഈ ശരീരം വീണ്ടും വരികയാണ്. അപ്പൊ ഈ അവരുടെ സിദ്ധാന്തം തന്നെ പ്രത്യക്ഷമേവ പ്രമാണം, കാണുന്നത് മാത്രമേ ഉള്ളൂ, അതിനപ്പുറം യാതൊന്നുമില്ല. ഈ ലോകത്തിൽ നിന്ന് ഭിന്നമായ ഒരു ലോകമില്ല, ഈ ലൗകിക സുഖത്തിൽ നിന്ന് ഭിന്നമായി മറ്റു യാതൊന്നുമില്ല. ഇതാണ് ചാർവാക സിദ്ധാന്തം എന്ന് പറയുന്നത്. ചാർവാക സിദ്ധാന്തം എന്നുള്ളതിനർത്ഥം തന്നെ ചാരുവായ വാക്കോട് കൂടിയത്, ചാരു മനോഹരം, കേൾക്കുന്ന അവസരത്തിൽ ഒരു കുഴപ്പവുമില്ല, നിങ്ങൾക്ക് തോന്നിയവരൊക്കെ ചെയ്തോളൂ, എന്നായാലും അങ്ങ് ചത്ത ആ ജീവൻ വീണ്ടും തിരികെ വരികയില്ല എന്നുള്ള സിദ്ധാന്തമാണ്. പക്ഷേ ആ സിദ്ധാന്തത്തെ അംഗീകരിക്കാൻ എല്ലാവർക്കും നിവൃത്തിയില്ല. കാരണം ബുദ്ധി ഉള്ള മനുഷ്യൻ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ ശരീരം ഇങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ബാല്യകാലത്ത് നമുക്ക് ഒരു 3 വയസ്സുള്ള കാലത്തെ ശരീരസ്ഥിതി അല്ല ഇന്നത്തെ ശരീരം നമ്മുടെ ഓരോരുത്തരുടെയും. അപ്പോൾ ഒരു 7 അല്ലെങ്കിൽ 12 കൊല്ലം കഴിയുമ്പോൾ പുതിയ അണുക്കളൊന്നും തന്നെ ഈ ശരീരത്തിൽ കാണുകയില്ലെന്നാണ് ശാസ്ത്രം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ബാല്യം പോയി കഴിഞ്ഞപ്പോൾ അതങ്ങ് തീർന്നു, യൗവനം പോയി കഴിഞ്ഞപ്പോൾ അതങ്ങ് തീർന്നു. എന്നാലും തുടർന്ന് എന്തോ ഒരെണ്ണം നിലനിൽക്കുന്നുണ്ട്. ബാല്യകാലത്ത് ഇന്ന പാഠശാലയിൽ പഠിച്ച ഞാൻ തന്നെയാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഞാൻ തന്നെയാണ് ഈ ഞാനെന്നുള്ളിടത്ത് മാറാതെ ഒരു ഞാൻ ഇങ്ങനെ തുടർന്ന് നിൽക്കുന്നുണ്ട്. ആ ഞാനാണ് ജീവൻ. ആ ജീവൻ ഈ ഭൗതിക ഗുണത്തിൽ നിന്നുണ്ടായതല്ല, അത് ഈശ്വര ചൈതന്യമാണ്. ഏതെങ്കിലും ഒരെണ്ണം ഒരു സ്ഥലത്തു നിന്ന് പുറപ്പെട്ടാൽ അത് ആ ലക്ഷ്യത്തിൽ ചെന്ന് ചേരണമെന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പം കിഴക്കൻ പ്രദേശത്ത് നിന്ന് പുറപ്പെടുന്ന ഈ നദിയൊക്കെ പിന്നെ ഇവിടെ ആണെങ്കിൽ പടിഞ്ഞാട്ട് പോയി അറബിക്കടലിൽ ചേരും. എന്താ? കടലിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമാണ് പല പരിവർത്തനങ്ങളിൽ കൂടി വന്നിട്ട് ഇവിടെ വന്നത്. വീണ്ടും അത് സമാധാനമാകുന്നത് സംസ്ഥാനത്ത് എന്നെങ്കിലേ വെക്കൂ. കൊച്ചു കുട്ടികൾ ഒരുപാട് കുസൃതിത്തരമൊക്കെ കാണിച്ച് ഓടി നടന്നാലും അവസാനത്തിൽ അമ്മയുടെ മടിയിൽ വന്നാണ് അത് ആശ്രയിക്കുന്നത്. ഇതുപോലെ ജീവന് ഏതെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനം വേണമെങ്കിൽ, ശാന്തിയും സമാധാനവും സുഖവും വേണമെങ്കിൽ അവന് ലക്ഷ്യസ്ഥാനം ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതിനെ നമുക്ക് ഈ കണ്ണുകൊണ്ട് നോക്കിയാൽ ശരിയായിട്ട് കാണാൻ സാധിക്കില്ല. അതിനാണ് മതഗ്രന്ഥങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. മതഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ മതഗ്രന്ഥങ്ങളും അനുശാസിക്കുന്നത് ഈശ്വരനിൽ നിന്നാണ് ഈ ജ്ഞാനം ഉണ്ടായതെന്നാണ്. ഈശ്വരീയമായ ജ്ഞാനമാണ് വേദങ്ങൾ, ഉപനിഷത്തുകൾ മുതലായവ. ഈശ്വരീയ ജ്ഞാനം എന്ന് പറയുന്ന 2 തരത്തിൽ അതിനർത്ഥം പറയാം. ഒന്ന്, ഈശ്വരഭാവത്തിലെത്തിയ മഹർഷിമാരുടെ അനുഭൂതികൾ എടുത്ത് കാണിക്കുന്നത് അത് ഈശ്വരജ്ഞാനം തന്നെയാണ്. മറ്റൊന്ന്, ഈശ്വരൻ തന്നെ, സ്മാർത്തന്മാരുടെ അഭിപ്രായം, ഈശ്വരൻ തന്നെ ആദ്യം ഈ ജ്ഞാനം ലോകത്തിൽ പ്രകടിപ്പിച്ചു എന്നാണ്. അപ്പം ആ വിഷയം ഏതായാലും ഇന്ന് ലോകത്തിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രാചീനമായ ഗ്രന്ഥമാണ് വേദം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇന്നത്തെ ഗവേഷകന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ഇതുവരെ യൂറോപ്യന്മാർ ആവിഷ്കരിച്ച സിദ്ധാന്തത്തെക്കാൾ പഴക്കം ചെന്നതാണ് ഈ വേദമെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. മാക്സ്മുള്ളർ മുതലായ ആളുകൾ പഴയ കാലത്ത് ഗവേഷണം ചെയ്ത് തീരുമാനിച്ചത് ഏതാണ്ട് ക്രിസ്തുവിന് 2500 വർഷം മുൻപ് അല്ലെങ്കിൽ 7000 വർഷത്തിന് മുൻപ് വരെ പഴക്കമേ ഉള്ളൂ വേദങ്ങൾക്ക്. അതിന് മുൻപോട്ടില്ല, പ്രാകൃത മനുഷ്യനായിരുന്നു എന്ന്. പക്ഷേ ഇന്നത്തെ ഈ ശാസ്ത്രചിന്ത അങ്ങ് വികസിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഭൂമി ഉണ്ടായത് തന്നെ ക്രിസ്തുവിന് ഇത്ര കൊല്ലം 2000 കൊല്ലത്തിന് മുമ്പാണെന്നൂടെ വിശ്വസിച്ചിരുന്ന അതൊക്കെ അങ്ങ് പോയിട്ടിപ്പോൾ അനേക കോടി വർഷമായി ഈ മനുഷ്യൻ തന്നെ ലോകത്തിൽ ജനിച്ചു. ഇപ്പോൾ ഈ രജപുട്ടാനായിലെ മരുഭൂമി കുഴിച്ച് എന്നപ്പോൾ അവിടെ
വലിയ മത്സ്യങ്ങളുടെ അസ്ഥി, അതുപോലെ തന്നെ വലിയ വലിയ ജന്തുക്കളുടെ കഷണങ്ങൾ, ഇതൊക്കെ കാണുന്നുണ്ട്, ഗവേഷകന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേ കൂടാണ് പണ്ട് സരസ്വതി നദി പോയിട്ടുള്ളത്. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന സരസ്വതി നദിയുടെ പ്രവാഹ സ്ഥലമായിരുന്നു. അതെന്തോ കാരണവശാൽ ഒരു ഭൂകമ്പം കൊണ്ടോ മറ്റോ ഈ മണലാരണ്യമായി തീർന്നതാണ്. ആ മണലാരണ്യത്തിന് നിന്ന് വെറും മരുഭൂമിയിൽ നിന്ന്, പ്രളയാവസ്ഥയിൽ നിന്ന് ഇന്നത്തെ നിലയിൽ എത്തണമെങ്കിൽ നവീന രീതിയിൽ ഗവേഷണം ചെയ്തപ്പോൾ കുറഞ്ഞത് 15 ലക്ഷമെങ്കിലും വർഷത്തെ പഴക്കം അവിടെ ഉണ്ടായിരിക്കണം. 15 വർഷത്തിന് മുൻപാണ് ഇതുണ്ടായി, അതെ 15 ലക്ഷം വർഷത്തിന് മുൻപാണ് ഇതുണ്ടായതെന്ന് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 15 ലക്ഷം വർഷം മുൻപ് സരസ്വതി നദിയുടെ തീരത്ത് ഋഷികളും ആശ്രമങ്ങളും ഉണ്ടായി വേദങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്ത് ഇന്നത്തെ ഈ പാശ്ചാത്യ പരിഷ്കാരമോ മറ്റു പൗരസ്ത്യ പരിഷ്കാരമോ ഒന്നും ഇല്ലായിരുന്നു എന്ന് കാണാം. ഏതായാലും ഒന്ന് തീരുമാനിക്കാം, അത്രമാത്രം പഴക്കം ചെന്നാണ് നമ്മുടെ വേദങ്ങൾ. വേദം എന്നുള്ള പദത്തിനർത്ഥം തന്നെ ധർമ്മത്തെയും അധർമ്മത്തെയും ബോധിപ്പിക്കുന്നതെന്നാണ്. ധർമ്മത്തെയും അധർമ്മത്തെയും ബ്രഹ്മത്തെയും ബോധിപ്പിക്കുന്നത് ഏതൊന്നാണോ അതാണ് ധർമ്മം. അത് പറയും, പ്രത്യക്ഷാദി പ്രമാണാനാം പഞ്ചാനാം പണ്ഡിതോത്തമാഹ അഗമ്യം ബ്രഹ്മധർമ്മശ്ചാധർമ്മ ശ്രുത്യൈവ ഗമ്യതയും. നമ്മൾ കണ്ടുകൊണ്ട് ഈ ലോകം കാണുന്നുണ്ട്. പക്ഷേ ഈ ലോകം എങ്ങനെ ഉണ്ടായിരുന്നു, ഇതിന് കാരണം എന്താണെന്നും കണ്ണുകൊണ്ട് കണ്ടാൽ നമുക്ക് തീരുമാനിക്കാനൊക്കെയില്ല, അനുമാനം കൊണ്ടും നമുക്കൊക്കെയില്ല. അപ്പോൾ പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് വിഷയമല്ല. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, അർത്ഥാപത്തി, ഇങ്ങനെയുള്ള അനേക തരത്തിലുള്ള അറിവ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ പ്രമാണങ്ങൾ കൊണ്ടും ആ അറിവുകൾ കൊണ്ടൊന്നും വെളിപ്പെടാത്തതായ തത്വം ഒന്നുണ്ട്. അത് ധർമ്മം. എന്താ ധർമ്മമെന്ന് നമുക്ക് സാധാരണ അറിയാൻ പാടില്ല. അധർമ്മം എന്താണെന്ന് അറിയാൻ പാടില്ല. ഈശ്വരൻ എന്താണെന്ന് അറിയാൻ പാടില്ല. ഈ 3 കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥത്തിന്റെ പേരാണ്, ഈ 3 തത്വങ്ങളെ വെളിപ്പെടുത്തി കാണിക്കുന്ന ഗ്രന്ഥത്തിന്റെ പേരാണ് വേദം. വേദയരീതി വേദം. അപ്പൊ ഏതൊന്നുകൊണ്ടാണോ ധർമ്മത്തെയും അധർമ്മത്തെയും ബ്രഹ്മത്തെയും വെളിപ്പെടുത്തുന്നതാണ് വേദം. ആ വേദം പഴയ കാലത്ത് അധ്യയനം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു. വൈദിക വിധി അനുസരിച്ച് ഉപനയനം ചെയ്ത് ദിവസവും മുടങ്ങാതെ സന്ധ്യാവന്ദനം കഴിക്കുന്ന ഒരാൾക്ക് ഈ വേദം പഠിക്കാൻ അധികാരം ഉണ്ടായിരുന്നുള്ളൂ. അതായത് മനുഷ്യനെ സംസ്കരിച്ചു, ഉപനയനം കൊണ്ട് സംസ്കരിച്ച് അവൻ വൈദികനായി തീരണമെങ്കിൽ അവന് 5ാമത്തെ വയസ്സിൽ ഉപനയനം കഴിച്ച് യജ്ഞോപവീതം ഇടിയിച്ച് അങ്ങനെ ശിഖയുമൊക്കെ വെച്ച് രാവിലെയും വൈകിട്ടും സന്ധ്യാവന്ദനമൊക്കെ ചെയ്യുന്ന അവനെ വേദം പഠിക്കാൻ അധികാരമുള്ളൂ എന്നാണ് വ്യവസ്ഥ വെച്ചിരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും സ്ത്രീ, ശൂദ്ര, വിധബന്ധു സ്ത്രീകൾക്ക് പഠിക്കാൻ അന്ന് അവകാശമില്ലായിരുന്നു. ആദ്യകാലത്തുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പുരാകത്തേത് നാരീണാം മൗലീബന്ധന വിഷ്യതേ. ആദ്യകാലത്തെ ഋഷികൾ സ്ത്രീകൾക്ക് പോലും ഉപനയനം കൊടുത്തിരുന്നതായിട്ടും സ്മൃതികളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും കാലക്രമേണ അങ്ങനെ വന്നപ്പോൾ സ്ത്രീകൾക്കും ശൂദ്രർക്കും യജ്ഞോപവീതമില്ലാത്തവർക്കും ദ്വിജബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ വംശത്തിൽ ജനിച്ചാലും സന്ധ്യാവന്ദനവും ബ്രാഹ്മണകർമ്മവും ഒന്നും ഇല്ലാത്ത ഒരു കൂട്ടം തോന്നിവാസികളുണ്ട്. അവർക്കും വേദം പഠിക്കാൻ അധികാരമുണ്ടെന്നാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ മനുഷ്യന് ധർമ്മത്തിൽ ഏതൊന്നുകൊണ്ടാണോ ധർമ്മത്തെയും അധർമ്മത്തെയും ഈശ്വരനെയും ബോധിക്കേണ്ടത്, അങ്ങനെയുള്ള ആ ജ്ഞാനം കിട്ടാതെ വന്നു. അപ്പോൾ ബ്രാഹ്മണന് മാത്രമേ കിട്ടാവൂ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ഈ 3 കൂട്ടരും ബ്രാഹ്മണനിൽ പെടും. അവർക്ക് ദ്വിജത്വമുണ്ട്. ഊണുലൊക്കെ ഇട്ടവരാണ്, യജ്ഞോപവീതം നടത്തുന്നവരാണ്, സന്ധ്യാവന്ദനം നടത്തുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ആ വക ബോധങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ 3 കൂട്ടർക്ക് ബോധം ശരിയായിട്ട് ധർമ്മബോധം ഉണ്ടാകുന്നില്ല. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, എന്താണ് ഈശ്വരൻ? അതിനുവേണ്ടി കരുണാനിധിയായ ഭഗവാൻ വ്യാസൻ ഈ മഹാഭാരതം എന്നൊരു വ്യാജേനാണ് ഒരു വേദത്തെ വ്യാഖ്യാനിച്ചത്. അതാണ് ഇതിഹാസം എന്ന് പറയുന്നത്. രാമായണവും ഭാരതവുമാണ് ഇതിഹാസം. ഇതിഹാസ, പണ്ടിങ്ങനെ ഇരുന്നു പോൽ എന്നാണ് ആ പദത്തിനർത്ഥം തന്നെ. അപ്പോൾ പണ്ടത്തെ സംഭവകഥകൾ എടുത്തിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത് ഇതിഹാസ പുരാണാദി. അപ്പോൾ അതിനകത്ത് ധർമ്മം ഇന്നതെന്ന്, നിത്യകർമ്മം, നൈമിത്യകർമ്മം, കാമ്യകർമ്മം, നിഷിദ്ധകർമ്മം, ബ്രഹ്മചര്യധർമ്മം, ഗൃഹസ്ഥധർമ്മം, വാനപ്രസ്ഥധർമ്മം, സന്യാസധർമ്മം, അതുപോലെ തന്നെ ബ്രാഹ്മണധർമ്മം, ക്ഷത്രിയധർമ്മം, വൈശ്യധർമ്മം, ശൂദ്രധർമ്മം എന്ന് വേണ്ട ധർമ്മം, അധർമ്മം, ആപദ്ധർമ്മം, ഇങ്ങനെ 3 തരത്തിലുള്ള ധർമ്മങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ധർമ്മം ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വിധം ചെയ്യണമെന്നുള്ളത് ധർമ്മമാണ്. ആപദ്ധർമ്മം,
ആപത്ത് കാലത്ത് മറ്റൊരു നിവൃത്തിയും ഇല്ലെന്ന് വന്നാൽ ചെയ്യേണ്ടതിന്റെ പേരാണ് ആപദ്ധർമ്മം. ഉദാഹരണത്തിന് സത്യം വധ, സത്യമേ പറയാവൂ എന്ന് വേദം വിധിച്ചിട്ടുണ്ട്. സത്യമേ പറയാവൂ. പക്ഷേ അത് പരിപാലിക്കണം. അങ്ങനെ വന്നപ്പോൾ തൻ്റെ സ്വന്തം താല്പര്യത്തിനല്ലാതെ ലോകത്തിന് നാശം നേരിടുന്ന അവസരത്തിൽ അല്പം വ്യത്യാസമായിട്ട് പറയുന്നതിന് തെറ്റില്ല എന്ന് ഉള്ളൊരു ബോധം വന്നു. എന്താ, മഹാഭാരത യുദ്ധത്തിൽ ഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദ്രോണരെല്ലാവരെയും പിന്നെ അരിഞ്ഞരിഞ്ഞ് താഴെ ഇടുകയാണ്. ആ അവസരത്തിൽ ദ്രോണരെ ജയിക്കണമെങ്കിൽ ദ്രോണരുടെ മനസ്സിനൊരു വല്ലായ്മ വന്നിട്ട് ആയുധം താഴെ വെക്കണം. അതിനെന്താണ് മാർഗം? അതിന് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറയണം. എങ്കിൽ മാത്രമേ ഈ ദ്രോണർ ആയുധം താഴെ വയ്ക്കൂ, എങ്കിലേ കൊല്ലാനും സാധിക്കും. അപ്പോൾ ഈ ദ്രോണർ തന്നെ സമ്മതിച്ചിട്ടുണ്ടത്. അതായത് ഇവർ എന്ന് പറഞ്ഞ യുദ്ധത്തിൽ ഈ മഹാഭാരത യുദ്ധം ആരംഭിച്ച അവസരത്തിൽ ധർമ്മപുത്രരും ബാക്കി എല്ലാവരും ചെന്ന് ഭീഷ്മരെ, ദ്രോണരെ ഇവരെയെല്ലാം നമസ്കരിച്ചപ്പോൾ അവരെല്ലാം അനുഗ്രഹിച്ച് നിങ്ങൾ ജയിക്കുമെന്ന്. പക്ഷേ യുദ്ധം അങ്ങോട്ട് വർദ്ധിച്ചു വന്നപ്പോൾ പാണ്ഡവ സൈന്യം നശിച്ചു. അവസാനം ദ്രോണരുടെയും ഭീഷ്മരുടെയും അടുക്കൽ ചെന്നവർ അഭയം പ്രാപിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ യുദ്ധത്തിൽ വെച്ചൊരിക്കലും വില്ല് താഴെ വെക്കുകയില്ല, ശത്രുക്കളെ വ്യാജയുദ്ധമൊന്നും ചെയ്യുകയില്ല, ശത്രുക്കൾ വന്ന് അവരെ കൊല്ലും, പക്ഷെ അതിനുള്ള പരിസരം ഉണ്ടാക്കിയാൽ നിങ്ങളെ രക്ഷിക്കാം. അങ്ങനെ വന്നപ്പോൾ അനേക സ്ഥലത്താണ് യുദ്ധം നടന്നുകൊണ്ടിരുന്നത്. ഒരു സ്ഥലത്ത് പാണ്ഡവ സൈന്യങ്ങളെ മുഴുവൻ അമ്പുകൊണ്ട് അരിഞ്ഞരിഞ്ഞ് കൊല്ലുന്നു ഈ ദ്രോണർ. ആ അവസരത്തിൽ ഭീമൻ അവിടെ നിന്ന് പറഞ്ഞോളൂ, താൻ ഗുരുവാണെങ്കിലും ഭീമൻ അതൊക്കെ പറയും, താൻ മൂന്നിനും കെട്ടി ഇങ്ങനെ ഇരുന്ന് എത്ര പേരെയാണോ കൊല്ലുന്നത്, തനിക്ക് ഈ കൊല കൊണ്ട് എന്ത് പ്രയോജനം വരാൻ പോകുന്നു, തനിക്കൊരു മകനല്ലാതുണ്ടോ, അവനെ അങ്ങേ യുദ്ധക്കളത്തിൽ വെച്ച് കൊന്നു എന്ന് ഭീമൻ പറഞ്ഞു. ഭീമൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭീമൻ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാം? അപ്പോൾ ധർമ്മപുത്രരോട് ചോദിച്ചു, നേരാണോ ഈ യുധിഷ്ഠിര? ഉടനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അശ്വത്ഥാമാഘാത കുഞ്ഞര എന്ന് പതുക്കെ അങ്ങ് പറഞ്ഞു. അതായത് ഈ ധർമ്മപുത്രനെ കൊണ്ടൊരു കള്ളം പറയിച്ചെങ്കിലേ ഭീഷ്മരെ ദ്രോണരെ കൊല്ലാനൊക്കൂ. അതിന് ഭഗവാനും എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ഒരിക്കലും ഞാൻ കള്ളം പറയുന്നു പറഞ്ഞു. അതുകൊണ്ട് അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ഒരു ആനയെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് അതിനെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് ആ അശ്വത്ഥാമാവ് ഇതും കൂടെ ഒരുമിച്ചാക്കി. ഇത് വാസ്തവത്തിൽ ആപദ്ധർമ്മമാണ്, ധർമ്മമല്ല, ആപദ്ധർമ്മം. ഈ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ആ യുദ്ധം കൊണ്ട് വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യരുത്. ജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് അനുഷ്ഠിച്ചേ ഒക്കൂ. അതുകൊണ്ടാണ് അദ്ദേഹം ആപദ്ധർമ്മം അനുഷ്ഠിച്ചത്. അതുകൊണ്ട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഭീഷ്മര് തേരയിലിരുന്നു, അപ്പോൾ ദ്രോണര് തേരയിലിരുന്നു, അപ്പോൾ ദ്രോണരെ കൊന്നു. ഇത് ആപദ്ധർമ്മമാണ്. ഇനിയും കുന്തിദേവിക്ക് ഒരാപദ്ധർമ്മം നമ്മൾ മനസ്സിലാക്കുക. സാധാരണക്കാരൊക്കെ പറയും പാണ്ഡവന്മാർക്ക് 5 ഭാര്യമാരുണ്ടായിരുന്നു, തെറ്റാണ്, നമ്മുടെ ഇടയിലെ സംസാരമാണ്. അതൊരു ആപദ്ധർമ്മം കൊണ്ട് വന്നു ചേർന്നതാണ്. ഈ മക്കളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ ആജ്ഞ ഞങ്ങൾ ഒരിക്കലും ധിക്കരിക്കുകയില്ല. അത്രമാത്രം മാതൃഭക്തന്മാരായിരുന്നു പാണ്ഡവന്മാർ. അവരങ്ങനെ അരക്കില്ലത്തിൽ വെന്ത് അജ്ഞാതന്മാരായിട്ട് അറിയപ്പെടാത്ത വിധത്തിൽ ഇങ്ങനെ ഒളിവിൽ സഞ്ചരിക്കുന്ന കാലത്താണ് പാഞ്ചാലി സ്വയംവരം നടക്കുന്നത്. അവിടെ ബ്രാഹ്മണരുടെ കൂടെ ബ്രാഹ്മണ വേഷം എടുത്താണ് അവിടെ ചെല്ലുന്നത്. ചെന്നു കഴിഞ്ഞു. ഇപ്പൊ ഭിക്ഷയ്ക്ക് പോകുന്നത് പോലാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ചെന്നു. ആയുധാഭ്യാസത്തിൽ അർജുനൻ പാഞ്ചാലിയെ സ്വീകരിച്ചു, അഥവാ പാഞ്ചാലി അർജുനനെ സ്വീകരിച്ചു. സ്വയംവരമാണല്ലോ. അവരെ കൊണ്ട് തിരികെ വന്നപ്പോൾ എന്നും ഭിക്ഷ എടുത്തുകൊണ്ട് വരുമ്പോൾ കുന്തിക്ക് കൊണ്ട കൊടുക്കും. വന്നു കഴിഞ്ഞ ഉടനെ പറഞ്ഞു, അമ്മേ ഇന്ന് ഞങ്ങൾക്കൊരു നല്ല ഭിക്ഷ കിട്ടി, നിങ്ങൾ 5 പേരും കൂടെ എടുത്തോളൂ. അമ്മ പറഞ്ഞു, നിങ്ങൾ 5 പേരും കൂടെ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഭിക്ഷ എന്ന് പറയുന്നത് പാഞ്ചാലിയാണെന്നുള്ളത് പിന്നാണ് അറിയുന്നത്. അവസാനം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വളരെ സങ്കടപ്പെട്ടു. ഇവിടെ പരസ്പര വിരുദ്ധമായ 2 ധർമ്മങ്ങളാണ് വന്നത്. പാണ്ഡവന്മാർ ശപഥം ചെയ്തിട്ടുണ്ട്, അമ്മയുടെ കൽപ്പന ഞങ്ങൾ ഒരിക്കലും തെറ്റിക്കില്ല. 5 പുരുഷന്മാർക്ക് ഒരു സ്ത്രീയെ പ്രാപിക്കുക എന്ന് പറയുന്നത് നിഷിദ്ധമാണ്. ഇതിലേതാണ് ഇവിടെ അംഗീകരിക്കേണ്ടത്? പരസ്പര വിരുദ്ധമായ 2 ധർമ്മം വന്നപ്പോൾ ഏതിനെ അംഗീകരിക്കണമെന്നുള്ളതാണ്. അപ്പോഴാണ് അവിടെ വ്യാസൻ വന്ന് പറഞ്ഞു, ഇവൾ പണ്ടിങ്ങനെ തപസ്യ ചെയ്യുന്നതാണെന്നും അവരുടെ പൂർവ്വജന്മത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് തെറ്റില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. ഇത് ആപദ്ധർമ്മമാണ്. അധർമ്മം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഭാരതത്തിൽ ആപദ്ധർമ്മത്തിന് ഇനിയും മോഷണം ആപദ്ധർമ്മമായിട്ട് വെച്ചിട്ടുണ്ട്. ആപദ്ധർമ്മത്തിന് ഉദാഹരണമാണ് വിശ്വാമിത്രൻ.
പട്ടിമാംസം മോഷ്ടിച്ച ഒരു കഥയുണ്ട്, ശാന്തിപുറത്ത്. അത് ഈ ലോകം മുഴുവൻ അന്ന് ദാരിദ്ര്യം വന്നു, മഴയില്ലാതെ കൃഷി ഒന്നും എടുക്കാൻ നിവൃത്തിയില്ലാതെ ഇരുന്നു. അങ്ങനെ വന്ന ആളുകൾ ദാരിദ്ര്യം കൊണ്ട് മരിക്കുന്നു, ഇങ്ങനെ ഒടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒടുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിനും ആഹാരത്തിനും ഒന്നും നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ പലയിടത്തും സഞ്ചരിച്ചു. ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഒരു കളത്തട്ടിൽ ചെന്നിരുന്നു. ഇരുന്നിട്ട് ഇങ്ങനെ പല ഭാഗങ്ങളും സഞ്ചരിച്ചപ്പോൾ മറവന്മാരുടെ കുടിലുകളിൽ പോയി ചെന്നപ്പോൾ അവിടെ ഒരു പട്ടിയെ ഇങ്ങനെ കെട്ടിത്തൂക്കി അതിൻ്റെ പൃഷ്ഠഭാഗം മാത്രം ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹം പകൽ കണ്ടു. ഇനി പോന്നു. രാത്രി ആയപ്പോൾ അദ്ദേഹം പതുക്കെ അവിടുന്ന് ചെന്ന് അതെടുക്കാൻ തുടങ്ങി. അപ്പോൾ ആരും എടുക്കാതിരിക്കാൻ വേണ്ടി ആ ശവത്തിൻ്റെ അവിടുത്തെ കയറും കെട്ടിയെടുക്കുക. ആസരോഗിയായ അതും പിടിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകുമോ എന്ന് സംശയിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഇദ്ദേഹം ചെന്ന് പിടിച്ചു. അതാ അനങ്ങി അയാൾ അറിഞ്ഞു. ആരാണെന്ന് ചോദിച്ചു. വിശ്വാമിത്രൻ പറഞ്ഞു, ഞാനാണ് വിശ്വാമിത്രൻ, വിശുദ്ധഗോത്രത്തിൽപ്പെട്ട വിശ്വാമിത്രനാണെന്ന് പറഞ്ഞു. ഓഹോ, വളരെ പുണ്യം ചെയ്തെങ്കിലേ അങ്ങേപ്പോലെയുള്ള മഹാത്മാക്കൾ ഒരു ഗ്രഹത്തിൽ വരും. ഈ മഹാഭാവിയായ എൻ്റെ ഈ കുടിലിൽ അങ്ങ് വന്നത് വളരെ തെറ്റായിപ്പോയി. അങ്ങനെ വരേണ്ടത് ആവശ്യവുമില്ല, വളരെ തെറ്റിപ്പോയി. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, ചെയ്തു തന്നെ തെറ്റിപ്പോയി. ഇനിയും വിളിക്കാതെ വന്നു എന്ന് വെച്ചാൽ ഞങ്ങളെ അനുഗ്രഹിക്കാനാണെങ്കിൽ അതിനും വിരോധമില്ല. ഇത് അനുഗ്രഹിക്കാനുമല്ല വന്നത്, മോഷ്ടിക്കാനാണ് വന്നത്. മോഷണമാണെങ്കിൽ അതിനും നമുക്ക് സമ്മതം. വല്ല ധനമോ മാലയോ സ്വർണമോ വല്ലോ മോഷ്ടിക്കാനാണ് ഇറക്കേടില്ല. ഇവിടെ ഇപ്പോഴെന്താ മാംസം മോഷ്ടിക്കാനാണ് വന്നത്. മാംസമാണെങ്കിൽ തന്നെ പഞ്ചനഖ ഭക്ഷ്യ എന്ന് മനുവും പറഞ്ഞിട്ടുണ്ട്. 5 നഖമുള്ളതിൽ 5 എണ്ണത്തിനെ തിന്നാവൂ ക്ഷത്രിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എണ്ണത്തിനെ തിന്നരുതെന്ന. ആ കൂട്ടത്തിൽ പട്ടിമാംസം നിഷിദ്ധമാണ്. ഇനി പട്ടിമാംസമാണെങ്കിൽ പോലും പട്ടിയുടെ പൃഷ്ഠഭാഗം ചന്തിഭാഗമാണ് കിടന്നത്, ഏറ്റവും നിഷിദ്ധമായ ഭാഗമാണ്. കുഞ്ഞിക്കുട്ടനമ്പുരാൻ തർജ്ജമയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന അതാ. അത് തിന്നാൻ അങ്ങ്, അത് മോഷ്ടിക്കാൻ അങ്ങ് വന്നല്ലോ, കഷ്ടം. ഈ ബ്രാഹ്മണ വംശത്തിൽ അങ്ങ് പറഞ്ഞത് എന്താണ്? ഉടനെ ഇദ്ദേഹം പറയുന്നു, എടാ മഠയാ, എനിക്ക് ധർമ്മം അറിയാൻ പാടില്ല ഞാനോ ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ധർമ്മവും അധർമ്മവും ബ്രഹ്മവും ഇതൊക്കെ അറിയാം. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ജീവസ്യ ജീവനം. ധർമ്മവും അധർമ്മവും എല്ലാം നടക്കണമെങ്കിൽ ധർമ്മം പരിപാലിക്കുക, ലോകത്തെ സംരക്ഷിക്കുക, ഇതൊക്കെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴേ സാധിക്കുകയുള്ളൂ. മരിച്ചാലൊന്നും സാധ്യമല്ല. പുണ്യപാപങ്ങളും ധർമ്മവും ജീവിച്ചിരിക്കുമ്പോഴാണ് ഉണ്ടാകേണ്ടത്. ഇന്ന് ഞാനൊരു ഗൃഹസ്ഥനാണ്, എൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട്. അതുപോലെ പിന്നെ അവർക്ക് ഇന്ന് ആഹാരം കൊടുത്തില്ലേ അവർ ചാവും. നീ ഇത് ഉച്ചിഷ്ടമായിട്ട് വെച്ചിരിക്കുന്നതിനൊക്കെ അധികം വന്നതാണ്. അതായത് നീ നിന്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വെച്ചിരിക്കുക. അതുകൂടെ ഞാൻ പഴവേ വന്ന് നോക്കി തീരുമാനിച്ചതാണ്. അതുകൊണ്ട് പിന്നെ നീ എന്നോടിപ്പം ധർമ്മോപദേശം ചെയ്യാൻ പോവുകയാണോ? എന്താ? കൊള്ളാം. രുദന്തിയേവ. ഈ എടാ കാള കുളത്തിലോ ആറ്റിലോ വെള്ളം കുടിക്കാൻ ചെല്ലുമ്പോൾ മാക്രി അരച്ചു എന്ന് വിചാരിച്ച് ആ കാള വെള്ളം കുടിക്കാതെ തിരികെ പോകുമോ? അതുപോലെ ഒരു വിവരവുമില്ലാത്ത മൂഢനായ നീ എന്നോട് ധർമ്മം ഉപദേശിച്ച് ഇതിൽ നിന്ന് പിന്തിരിക്കാനാണോ ഒരുങ്ങുന്നതെന്ന് പറഞ്ഞാൽ അതേ അത് എടുത്തുകൊണ്ട് നീ പോകും. തീർന്നില്ല കഥ. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തീരുമാനിക്കുന്നു, ശരി ഞാനിത് ഭക്ഷിക്കും. എന്തിനു ഭക്ഷിക്കുന്നു? എൻ്റെ കുടുംബത്തെയും ഒക്കെ രക്ഷിക്കാം. പോരാ, നമ്മൾ എന്ത് ഭക്ഷിക്കുന്നു അത് നമ്മുടെ ദേവന്മാർക്കും കൊടുക്കണം. അദ്ദേഹത്തിന് ഉടനെ തന്നെ അദ്ദേഹം അത് വെച്ച് ഒരു ഹോമം കഴിച്ച് ദേവന്മാരെയും പിതൃക്കളെയും തൃപ്തിപ്പെടുത്തി ഭക്ഷണം ഉച്ചിഷ്ടമായിട്ട് ഭാര്യയ്ക്കും മക്കൾക്കും താനും കൊടുത്തിട്ട് താനും കഴിച്ചു. അടുത്ത ക്ഷണത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ദിവ്യശക്തി കൊണ്ട് മഴ ധാരാളം പെയ്തു, സസ്യങ്ങളൊക്കെ കിളിർത്തു, ദാരിദ്ര്യം മാറി. അപ്പോൾ മഹാത്മാക്കളുടെ ആപധർമ്മത്തിൽ പോലും പുണ്യമാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കണം. വിശ്വാമിത്രൻ പട്ടിമാംസം മോട്ടിച്ചതിൽ എനിക്കൊരു പെര തരംഗം വെച്ച് അവിടെ കിടക്കുന്ന വല്യമ്മയെ കൊന്നിട്ട് എടുത്തുകൊണ്ട് പോരാൻ കള്ളു കുടിക്കാനോ കൊള്ളില്ലായ്മയ്ക്കോ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ അതല്ല. നമ്മുടെ പ്രവൃത്തിയുടെ ഉദ്ദേശ്യം ലോകഹിതവും ലോകനന്മയുമായിരിക്കണം. ഇതാണ് അധർമ്മം എന്ന് പറയുന്നത്, അല്ല ആപധർമ്മം എന്ന് പറയുന്നത്. ഇനിയും ധർമ്മം അല്ല അധർമ്മം ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്നതിനെ നിഷേധിക്കുന്നതിൻ്റെ പേരാണ് അധർമ്മം എന്ന് പറയുന്നത്. ഇപ്പോൾ ഹിംസ, ഒരുത്തനെ കുത്തിക്കൊല്ലുക, വഴിയിലൂടെ പോകുന്നവനെ അറിയാതെ കുത്തിക്കൊല്ലുക,
ഇങ്ങനെയുള്ള അനേക തരത്തിലുള്ള പാപപ്രവൃത്തികളുണ്ട്. അതൊക്കെയാണ് അധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മം, അധർമ്മം, ആപധർമ്മം മുതലായവയെല്ലാം ഭംഗ്യമെന്നും മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ധർമ്മം, അർത്ഥം, നമുക്ക് മൃഗങ്ങളിൽ വ്യത്യാസമായി ജീവിക്കണമെങ്കിൽ ധർമ്മം ഉണ്ടായിരിക്കണം. ധർമ്മം എന്ന് വെച്ചാൽ വ്യക്തിപരമായ കടമകൾ, ഒരു വ്യക്തിക്ക് കുടുംബത്തോടുള്ള കടമകൾ, ഒരു വ്യക്തിക്ക് തൻ്റെ സമൂഹത്തോടുള്ള കടമകൾ, അതുപോലെ തന്നെ ഒരു ജീവന് ഈശ്വരനോടുള്ള കടമ, ഇത്രയും നിർവഹിക്കുന്നതിനാണ് ഏതാണ്ട് നമുക്ക് ധർമ്മം എന്ന് പറയാവുന്നത്. അപ്പോൾ ഈ ധർമ്മത്തിന്റെ ചുരുക്കം ഏതോ ശ്രേയസിദ്ധി സധർമ്മ, ഇഹലോകത്തിലും പരലോകത്തിലും നമുക്ക് സുഖവും ശാന്തിയും, അഥവാ ലൗകിക ജീവിതത്തിലും ആധ്യാത്മിക ജീവിതത്തിലും സുഖവും ശാന്തിയും ലഭിക്കുന്നത് ഏത് പ്രവൃത്തി കൊണ്ടാണോ, ഏത് വിചാരം കൊണ്ടാണോ, ഏത് വികാരം കൊണ്ടാണോ, ഏത് ജ്ഞാനം കൊണ്ടാണോ, അതെല്ലാം ധർമ്മമാണ്. ഇതാണ് ധർമ്മത്തിന് സാമാന്യമായ ഒരു ലക്ഷണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ധർമ്മം മഹാഭാരതത്തിൽ നിന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴും ഈ മഹാഭാരതം എഴുതി അതിനകത്തെല്ലാം പ്രതിപാദിച്ചു. എങ്കിലും ജനങ്ങൾക്ക് സാമാന്യമായ ബോധം ഉണ്ടാകുന്നില്ല. മഹാഭാരതം നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥമാണ്. ഉപനിഷത്തുകളിലാണെങ്കിൽ ഈശ്വരതത്വത്തെക്കുറിച്ച് പ്രതിപാദിച്ചു. അപ്പോൾ ധർമ്മം, രണ്ടാമത് നമ്മുടെ കടമ നിർവഹിക്കുക. അങ്ങനെ നിർവഹിക്കണമെങ്കിൽ ധനം ഉണ്ടായിരിക്കണം. അപ്പോൾ ധനം സമ്പാദിക്കണം. ധനം സമ്പാദിക്കുക എന്ന് പറയുന്ന അവസരത്തിൽ ആ ധനം ധർമ്മത്തെ അനുസരിച്ച് വേണം സമ്പാദിക്കാൻ. അല്ലാണ്ട് ധനത്തിന് വേണ്ടിയല്ല നമ്മൾ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ധർമ്മനിഷ്ഠയോടുകൂടി അവനവൻ സ്വന്തം പ്രയത്നിച്ചും അല്ലാതെയും പിന്നെ അവൻ സമ്പാദിക്കണം. ആ സമ്പാദിച്ചു കഴിഞ്ഞാൽ അതും കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുക എന്നല്ല. യാവദ്ഭ്രിയേത ജഠരം പാവൽ സ്വത്വം ഹിദേഹിനാം അധികം യോഭിമന്യേത സസ്തേനോ ദണ്ണമർഹതി. നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ, ഒരാൾ വയറ് ജീവിക്കത്തക്ക വിധത്തിലുള്ള സമ്പാദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു കുടുംബനാഥനാണ്, ഒരു ട്രസ്റ്റി എന്നുള്ള നിലയിൽ വേണം അയാൾ അത് ഭരിക്കാൻ. അല്ലാതെ ഞാൻ കുറെ പണം ഉണ്ടാക്കിയിട്ട് ധൂർത്തടിച്ച് കുതിരപ്പന്തയത്തിനും മദ്യപാനത്തിനും ദുർവൃത്തിക്കും അതിനും ഇതിനും പോയി നശിപ്പിക്കുകയല്ല. നമ്മൾ പരിശ്രമിച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ കുടുംബ സംരക്ഷണത്തിനും നമ്മുടെ നാടിൻ്റെയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി അത് വയ്ക്കണം. അത് ഒരു ട്രസ്റ്റി എന്നുള്ള നിലയിൽ വേണം അത് ഭരിക്കാൻ. ഇതാണ് ഹിന്ദു തത്വശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാതെ അവസാനം വരെ ഇതും വെച്ച് 100 വയസ്സ് വരെ ആയപ്പോഴും താക്കോൽ ഇങ്ങോട്ട് കുടിച്ച് പണ്ടൊരു മൂപ്പീന്നുണ്ടായിരുന്നു. ആ മൂപ്പീത്ത് ദിവസവും പവൻ എണ്ണി നോക്കുമായിരുന്നു. ആ വീട്ടിൽ ഒരുപാട് പണം വായ്പ കൊടുത്തിട്ടുണ്ട്. ആ മൂപ്പിലെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ മൂപ്പിൽ ആണ്ടിൽ 2 തോർത്ത് വാങ്ങിക്കുമായിരുന്നു. അത് ഒടിഞ്ഞു പോവുക പതിവ്, കീറാറില്ല. അതായത് നനച്ച് വടി പോലെ ആവും. വടി പോലായി കഴിഞ്ഞാൽ പിന്നെ അത് ഒടിഞ്ഞു പോവുകയാണ്. അതുപോലെ 2 ക്ഷേത്രമേ ഉള്ളൂ ആണ്ട്. ഇതുപോലെ വിവാഹം പോലും ഉണ്ടായിട്ടില്ല. അനുദ്രവരാണ്. അങ്ങനെയുള്ള ആ കാരണവരുടെ അനുദ്രവൻ ഒരിക്കൽ ഒരു പവൻ കൊണ്ട കാപ്പിക്കടയെ കൊടുത്തിട്ട് 2 ദോശ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ദോശ ഈ പ്രയോജനപ്പെടുന്ന ആളാണല്ലോ. കാരണം ഒരു പവൻ കൊണ്ടെന്ന് തട്ടിലെങ്ങാണ്ട് ഒളിച്ചു വെച്ചിരുന്നു. ഇത് ചുമന്നിരിക്കുന്നവരെണ്ണോ അയാൾക്ക് അതിലും വലുത് 2 ദോശയാണ്. അവിടെ ദോശയൊന്നുമില്ല. രാവിലെ കഞ്ഞിയും ഉച്ചയ്ക്ക് ഊണൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ അവസാനം വരെ ആ മനുഷ്യൻ ഇരുന്നിട്ട് ഒടുവിൽ സ്വസ്ഥതയില്ലാതെ കഴിയുമോ എന്താ. അപ്പൊ ധനം കൊണ്ട് മാത്രം ഒരു മനുഷ്യനെ ജീവിക്കാൻ സാധിക്കുകയില്ല. ധനത്തിനാണെങ്കിൽ അത് നമ്മുടെ പണ്ടത്തെ ധർമ്മം അനുസരിച്ചാണ് നാം സമ്പാദിക്കുന്ന ധനത്തിന്റെ 6/1 നമുക്ക് അവകാശം. 6/1. അപ്പോൾ ധനം സമ്പാദിച്ചു കഴിയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയും അത് വിനിയോഗിക്കണം. അതിൽ മനുഷ്യനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ദാനം എന്ന് പറയുന്നത്. പാത്രേ ദാനം അതികൃഷ്ണേ മാതാപിത്രോഷ്ട പൂജനം ശ്രദ്ധാബിലവാംഗ്രാസ ഷഡ്വിധം ധർമ്മരക്ഷണം. ഭാഗവതത്തിൽ തന്നെ പറയും പാത്രേ ദാനം. സൽപാത്രത്തിൽ വേണം ദാനം ചെയ്യാൻ. പാത്രം എന്നുള്ള പദത്തിനർത്ഥം പാപത്തിൽ നിന്ന് ദാതാവിനെ പ്രാണനം ചെയ്യുന്നതെന്നാണ്. ആരെങ്കിലും സൽപാത്രത്തിൽ ദാനം ചെയ്യുമ്പോൾ, യോഗ്യനായ ഒരാൾക്ക് ദാനം ചെയ്യുമ്പോൾ ആ ദാനം സ്വീകരിക്കുന്ന ആള് ഈ കൊടുക്കുന്ന ആളിന്റെ സർവ്വ മാലിന്യങ്ങളും പാപങ്ങളും ഇല്ലാതാക്കുന്നത്. അങ്ങനെയാണ് പാപത്തിന്റെ പാത്രത്തിന്റെ അർത്ഥം. അപ്പോൾ സൽപാത്രത്തിൽ വേണം ദാനം ചെയ്യാൻ. അല്ലാതെ ദുഷ്പാത്രത്തിലല്ല. ഒരാൾ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ മറ്റു തരത്തിൽ വന്ന് ആകരുത്. നാം ദാനം ചെയ്യുന്നത് അത് ഏതെങ്കിലും വിധത്തിൽ ലോകനന്മയ്ക്ക് പ്രയോജനപ്പെടണം. അങ്ങനെയുള്ളതാണ് ദാനം. പാത്രയെ ദാനം. മതികൃഷ്ണേ. നമ്മുടെ മനസ്സെപ്പോഴും ഈശ്വരൻ ഉറച്ചിട്ടില്ല.
അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. ദാനം ചെയ്യുന്ന അവസരത്തിൽ ഞാൻ കൊടുത്തു എന്നുള്ളതല്ല, ഈ സമ്പത്തല്ല ഈശ്വരൻ്റെയാണ്. അപ്പോൾ ഈശ്വരൻ്റെ സന്താനം എന്നുള്ള നിലയിലാണ് നാം ചെയ്യേണ്ടത്. മാതാപിത്രോഷ്ട പൂജനം, ഗുരുജനങ്ങളെ പൂജിക്കുക, ബഹുമാനിക്കുക. ഇതൊരു സാധാരണ ഗ്രഹത്തിൻ്റെ ധർമ്മമാണ്. മാതാവിനെയും പിതാവിനെയും ബന്ധുക്കളെയും എല്ലാം കഴിയുപോലെ ആദരിക്കുക, പൂജിക്കുക. ശ്രദ്ധ, നമ്മുടെ ഇതൊക്കെ ആയാൽ പോരാ, കുറേ ശാസ്ത്രത്തിൽ താല്പര്യം ഉണ്ടായിരിക്കണം, ശ്രദ്ധയുണ്ടായിരിക്കണം. ഈ പുരാണേതിഹാസങ്ങളിലും വേദത്തിലുമൊക്കെ ആദ്യത്തെ മനുഷ്യർ രണ്ടുപേരാണ്, മനുവും ശ്രദ്ധയും. ആ മനുവിൻ്റെയും ശ്രദ്ധയുടെയും മക്കളാണ് ഇന്നത്തെ മാനവർ. അപ്പോൾ മനു എന്ന് വെച്ചാൽ എന്താണ്? മനനശീലൻ, ചിന്താശീലൻ എന്നർത്ഥം. ശ്രദ്ധ എന്ന് വെച്ചാൽ വിശ്വാസം. ഒരു മനുഷ്യനെന്ന് പറയുകയാണെങ്കിൽ കാര്യകാരണ സഹിതം ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതേ അവസരത്തിൽ തന്നെ അവന് ഈശ്വരനും ധർമ്മത്തിലും വിശ്വാസവും ഉണ്ടായിരിക്കണം. അപ്പോൾ മക്കളിൽ അമ്മയുടെയും അച്ഛൻ്റെയും ഗുണങ്ങൾ പകരും. അതുപോലെ മനുവിൻ്റെയും ശ്രദ്ധയുടെയും ഗുണങ്ങൾ ഈ മനുഷ്യരിലുണ്ടെങ്കിൽ അവനെ മനുഷ്യനെന്ന് പറയാനും. ചിലരെ ബുദ്ധി ഉള്ളവരായിരിക്കും, പക്ഷേ ശ്രദ്ധയില്ലാത്തവരായിരിക്കും. ഈ ഭൗതികവാദികളിൽ തന്നെ പലരും ഉണ്ട്, നല്ല ബുദ്ധിമാന്മാരാണ്, പക്ഷെ അവർ എത്തിച്ചേർന്ന് അവധാനം ചെന്ന് ചേരുന്ന ഒരു ജഡവസ്തുവിലാണ്. അതാണ് ഒരു വലിയ കയത്തിൽ ചാടുന്ന, നീന്തലറിയാൻ പാടില്ലാത്ത മനുഷ്യൻ കയത്തിൽ ചാടുന്ന പോലെ ആയിപ്പോകും. അങ്ങനെ ഒരു ചൈതന്യത്തിൽ അവർക്ക് ചെന്ന് ചേരാൻ സാധിക്കുന്നില്ല. അപ്പോൾ ശ്രദ്ധ നമുക്കുണ്ടാകണം. മനുഷ്യൻ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. ശ്രദ്ധ മനുഷ്യൻ ധർമ്മത്തിൽപ്പെട്ടതാണ്. ബലിർ അതുപോലെ തന്നെ ദേവന്മാരെയും പിതൃക്കളെയും എല്ലാം വേണ്ട വിധം പൂജിക്കുക, ക്ഷേത്രാദികളിൽ ചെന്ന് പൂജിക്കുക, നമ്മുടെ നാൽക്കാലികൾ മുതലായവയ്ക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ കൊടുക്കുക. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനെന്ത് വേണം? ധനം ഉണ്ടാകണം. ധർമ്മം അനുസരിച്ച് വേണം ദാനം ചെയ്യാൻ. എന്നാൽ ദാനം മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദാനം എന്ന് പറയുന്നത്. ഉപനിഷത്തിൽ ഒരു കഥയുണ്ട്. ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ. ഈ മൂന്ന്, ദേവൻ എന്ന് വെച്ചാൽ നല്ല സാത്വികനും ചിന്തകനും വിജ്ഞനുമായിട്ടുള്ള ആള്. അസുരൻ എന്ന് വെച്ചാൽ അസുക്കളിൽ ജനിക്കുന്നവർ, ബാഹ്യ വിഷയങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ. മനുഷ്യൻ മനനശീലൻ. ഇങ്ങനെ മൂന്ന് കൂട്ടരാണ് ബ്രഹ്മാവിൻ്റെ പ്രജാപതിയുടെ മക്കൾ. ഇവർ മൂന്ന് പേരും സ്വത്തന്മാരല്ല. അപ്പോൾ ഇന്ദ്രന് വരെ സ്വസ്ഥതയില്ല, നമുക്കറിയാം. അതുപോലെ അസുരന്, ബാണന് വരെ സ്വസ്ഥതയില്ല. പിന്നെ മനുഷ്യരുടെ കാര്യം പറയണ്ട. തങ്ങളുടെ പിതാവായ പ്രജാപതിയുടെ ബ്രഹ്മാവിൻ്റെ സമീപത്ത് അവർ ചെന്നു. ആദ്യം ദേവന്മാർ ചെന്നു, എന്താ, ഞങ്ങളുടെ കുറവ് പരിഹരിക്കാൻ ഒരു ഉപദേശം തരണം. നമുക്ക് എന്തെല്ലാം ഉണ്ടായാലും എന്തോ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു. ആ കുറവ് നിമിത്തം ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നു. ആ അസ്വസ്ഥത നീക്കാനുള്ള ഉപായത്തിൻ്റെ പേരാണ് ഉപദേശം. അതാണ് നമുക്ക് എനിക്ക് ധനമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, സർവവും ഉണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തോ ഒരു കുറവ്, എന്തോ ഒരു അസ്വസ്ഥത, എന്തോ ഒരു വിമ്മിഷം, ഇത് മാറ്റാനുള്ള മാർഗമാണ് ഉപദേശം എന്ന് പറയുന്നത്. ഉപദേശം എന്നുള്ളതിനർത്ഥം അടുത്ത ഈശ്വരൻ്റെ അടുക്കിലേക്ക് നമ്മുടെ ശ്രദ്ധയെയും നമ്മുടെ ജീവിതത്തെയും പറഞ്ഞയക്കുക എന്നാണ് അതിനർത്ഥം തന്നെ, ഉപദേശിക്കുക. അങ്ങനെ ദേവന്മാർ എന്ന് കഴിഞ്ഞപ്പോൾ ദേവന്മാരോട് പറഞ്ഞു. ബ്രഹ്മാവ് മിണ്ടിയില്ല. ദാ എന്ന് പറഞ്ഞു. ദാ, അത്രയേ പറഞ്ഞുള്ളൂ. ഈ ദാ എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അവർ വളരെ ആലോചിച്ചു. തിരികെ എല്ലാവരും കൂടെ വന്ന് ആലോചിച്ചു. ബൃഹസ്പതി മുതലായ ആളുകൾ ആലോചിച്ചപ്പോൾ ദാ എന്നുള്ളതിന് എന്താ അർത്ഥം? അവർക്ക് ജ്ഞാനമുണ്ട്, സിദ്ധികളുണ്ട്, അനേക തരത്തിലുള്ള ഗുണങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ദാ എന്ന് വെച്ചാൽ എന്താ? ഒരു പേര് കണ്ടുപിടിച്ചു. ദേവന്മാർ വളരെ വിജ്ഞന്മാരാണ്, സിദ്ധന്മാരാണ്, സൃഷ്ടിസ്ഥിതി സംഹാരകർത്തൃത്വം ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു കുറവുണ്ട് ദേവന്മാർ. എന്താണത്? അടക്കമില്ല, ഇന്ദ്രിയ നിയമനമില്ല. സഹസ്രാക്ഷനായി പോയതൊക്കെ നമുക്ക് പുരാണങ്ങളിൽ നിന്നറിയാം. ഇന്ദ്രൻ തന്നെ അനേക തരത്തിലുള്ള കേമനാണ്, എന്നാൽ തന്നെ പലപ്പോഴും അവർ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാനുള്ള ഒരു കഴിവില്ല. അതാണ് ദേവന്റെ കുറവ്. അതുകൊണ്ട് ദേവൻ പൂർണ്ണനാകണമെങ്കിൽ അവന് ദമനം, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നാൽ അവൻ കേമനാകുമെന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചു. അതിന് അഭ്യാസമൊക്കെ ചെയ്തു. അവർക്ക് ജ്ഞാനം ഉണ്ടായി. അസുരന്മാർ ചെന്നു. ബാണൻ മുതലായ ആളുകളൊക്കെ ചെന്നപ്പോൾ പക്ഷഭേദം വരാൻ പാടില്ലല്ലോ. ഒരച്ഛൻ്റെ മക്കളില്ലേ ഇവരെല്ലാവർക്കും അവർക്കും ഉപദേശം കൊടുത്തു. ദാം, അവരോട് പറഞ്ഞു ദാ. അവർ ഉടനെ തന്നെ വന്നാലോചിച്ച് എന്തുവായി ദാ എന്നുള്ളതിനർത്ഥം? അസുരന്മാർ ദേവന്മാരെക്കാൾ ശക്തന്മാരാണ്, സിദ്ധന്മാരാണ്, തപസ്വികളാണ്, ഇതൊക്കെ ഉണ്ട്. എന്നാലും അവർക്ക് ഒരു കുറവുണ്ടായിരുന്നു. അവർ കണ്ടുപിടിച്ചു. ദയാന്ന് ഒരെണ്ണമില്ല. അതാണ്
അവർക്ക് എന്തെങ്കിലും ഒരു അപ്രിയം തോന്നിക്കഴിഞ്ഞാൽ അവനെ ഹിംസിച്ച് കളകാം. അതാണ് ചിന്തി ഭിന്തി പരസ്വം അപഹര. ശങ്കരാചാര്യർ പറയും അസുരന്റെ ലക്ഷണം, രാക്ഷസന്റെ ലക്ഷണം ചിന്തി ഭിന്തി. അങ്ങോട്ട് ചെന്ന് അവന്റെ കഴുത്ത് കണ്ടിയിൽ അവന്റെ പേര തകർക്കുക, അന്യനെന്നൊന്നും വിചാരിക്കേണ്ട, ആരുടെ എന്തും എടുത്തുകൊള്ളൂ എന്നിങ്ങനെ വിചാരിക്കുന്ന മനോഭാവമുള്ളവനാണ് രാക്ഷസൻ അല്ലെങ്കിൽ അസുരൻ. ഈ സ്വഭാവമാണ്. അപ്പൊ കാരുണ്യം എന്നൊരെണ്ണം അവർക്കില്ല. അതുകൊണ്ട് ദയ വേണമെന്ന് പറഞ്ഞു. അത്ര അവർ പൂർണ്ണന്മാരായി തീർന്നു. മനുഷ്യരി എന്നപ്പം മനുഷ്യരോടും ദാന്ന് പറഞ്ഞു. മനുഷ്യരും ആലോചിച്ചു, മനുഷ്യരിൽ തന്നെയും ജ്ഞാനവിജ്ഞാന സമ്പന്നന്മാരും യോഗസിദ്ധന്മാരും ഇങ്ങനെ അനേക തരത്തിലുള്ള ആളുകളുണ്ട്. അവർക്ക് എന്താണ് കുറവ്? അതിനെപ്പറ്റി ആലോചിച്ചല്ലോ. വന്നപ്പോൾ ഒടുവിൽ മനസ്സിലാക്കി പിശുക്ക് എന്ന് പറയുന്നതാണ് മനുഷ്യന്. അതായത് ആർക്കും യാതൊന്നും കൊടുക്കാതെ തന്നെ എടുത്ത് കഴിയണം. അതാണ് അവനുള്ള ദോഷം. മന്നത്ത് പത്മനാഭൻ പറയുന്ന പോലെ ഒരു പൈസ നല്ല കാര്യത്തിൽ കൊടുക്കണമെങ്കിൽ ഒരു വിരൽ ഒടിച്ചു കൊടുക്കുന്ന പോലെ വിഭിഷ്ടം വരും. ഇതാണ്. അതുകൊണ്ട് ദാനം. അപ്പോൾ മനുഷ്യന് അതാണ് പാത്രേ ദാനം. ദാനം എന്ന് പറയുന്ന ആ വിധത്തിൽ ഉള്ള ദാനമാണ് വേണ്ടത്. മനുഷ്യധർമ്മത്തിൽ വെച്ച് ധനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ഒഴുക്കില്ലാത്ത തടാകത്തിലെ വെള്ളം ദുഷിക്കുന്നത് പോലെ ദാനമില്ലാത്ത ധർമ്മം വളരെ വളരെ ദുഷിക്കും. ഇപ്പൊ നിങ്ങൾ ബർള, ടാറ്റ, ഡാൽമിയ മുതലായ വലിയ കോടീശ്വരന്മാരെ കാണാം. അവരനേക തരത്തിൽ ചക്രം സമ്പാദിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു വലിയ ഭാഗം അവർ ധാർമ്മിക കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം. ഇപ്പോൾ എത്ര വിദ്യാലയങ്ങൾ, എത്ര ധർമ്മസ്ഥാപനങ്ങൾ, എത്ര ഈ ക്ഷേത്രങ്ങൾ, ഈ ഒന്നുമില്ലാത്ത കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ, അതിഥികൾ എന്താ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പഴയ കാലത്തെ രീതി അനുസരിച്ച് തന്നെ ധാർമ്മിക കാര്യങ്ങളിൽ അങ്ങനെയുള്ളൊരു ബോധം ഉണ്ടാക്കുക. അതാണ് ഒരു ട്രസ്റ്റി എന്നുള്ള നിലയിൽ വേണം നമ്മൾ സൂക്ഷിപ്പുകാരൻ. പക്ഷേ നാം സമ്പാദിക്കുന്ന ധനം എനിക്ക് ഇഷ്ടം പോലെ ചെയ്യരുതെന്ന് ചോദിച്ചാൽ പാടില്ല. അത് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരുടേതും എന്നുള്ള നിലയിൽ ഒരു വ്യക്തിക്ക് എന്ന പോലെ നിയന്ത്രിച്ച് വേണം നാം വിനിയോഗിക്കുക. അല്ലാതെ ധനം കൊണ്ട് പന്താടുകയല്ല വേണ്ടത്. ധനത്തിന്റെ പ്രയോജനം എന്താണ്? അടുത്തത് കാമം, എന്നുവെച്ചാൽ അനുഭവം എന്ന് പറയുന്നതായ അവസരത്തിലും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ശുദ്ധി വരത്തക്ക വിധത്തിലുള്ള അനുഭവമാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ നാം ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കുക, അതിനനുസരിച്ച് ധനം സമ്പാദിക്കുക, പ്രവൃത്തി കൊണ്ട് ചുമ്മാതിരിക്കരുത്, മടിയന്മാരായിട്ടിരിക്കരുത്, നല്ലതുപോലെ പ്രവർത്തിച്ചാൽ ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കും. അതിനനുസരിച്ചുള്ള അനുഭവങ്ങളും നമുക്കുണ്ടാകണം. മിതമായ ലളിതമായ ജീവിതവും മഹത്തായ ആശയവുമാണ് മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരെണ്ണം. അത് കഴിഞ്ഞാൽ മനസ്സിന് അന്ധകരണശുദ്ധി നമുക്ക് വരും. പിന്നീട് നമുക്കുണ്ടാകുന്നതാണ് തത്വജിജ്ഞാസ എന്ന് പറയുന്നത്. മനസ്സിൽ തത്വജ്ഞാനം ഉണ്ടാകുക. ഈ ബോധം നമുക്ക് വേദങ്ങളിൽ നിന്ന് കിട്ടും. പക്ഷേ സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും സാമാന്യക്കാർക്കും കിട്ടില്ല. വേദത്തിൽ ഈശ്വരനാണ് എല്ലാറ്റിനും പ്രധാനമായിട്ട് വെച്ചിരിക്കുന്നത്. ഈശ്വരനുണ്ടോ എന്ന് ചിലർ ചോദിക്കും. നമുക്ക് തന്നെ അറിയാം, ഈ പ്രപഞ്ചം ഉണ്ടായതാണ്. ഈ കെട്ടിടം നാം ഇവിടെ കാണുന്നു. അനേക തരത്തിലുള്ള സാധന സാമഗ്രികൾ കൊണ്ടാണ് ഈ കെട്ടിടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടിക, സിമെന്റ്, ഇരുമ്പ് ഇതൊക്കെയുണ്ട്. എന്നാൽ ഇവിടെ ഇഷ്ടിക പണിയുന്ന സ്ഥലത്തു നിന്ന് കുറെ ഇഷ്ടിക ഇങ്ങോട്ട് വന്നിട്ട് നമുക്കെന്നാ ഒരു പെരയായി തീരാമെന്ന് ഒരിക്കലും ഇഷ്ടിക വിചാരിക്കാറില്ല. നമ്മളുടെ കുമ്മായം അല്ലെങ്കിൽ വെറും കല്ലായി കിടന്നതായ പാണ്ടിയിലൊക്കെ ഈ സിമെന്റിലുള്ളത് കൽക്കുമ്മായമാണ്. അതുകൊണ്ട് കല്ലിങ്ങനെ തുറന്ന് എടുത്തു വെച്ചിരിക്കും ഇത്ര വണ്ണത്തിൽ. അതെല്ലാം കൂടി ഇങ്ങോട്ട് വന്ന് നമുക്ക് സിമെന്റായിട്ട് അവതരിച്ച് ഈ കുറ്റു വന്നൊരു കെട്ടിടമായി കളയാമെന്ന് വിചാരിക്കാറില്ല. അപ്പൊ അനേക സാധനങ്ങൾ വിഭിന്നങ്ങളായിരിക്കുമ്പോൾ അതിനെ സംയോജിപ്പിക്കണമെങ്കിൽ, അതിനെ കൂട്ടിച്ചേർക്കണമെങ്കിൽ ചേതനനായ ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരിക്കലും സാധ്യമല്ല. വിഭിന്ന പദാർത്ഥങ്ങളെ ഒരുമിച്ച് കൂട്ടി കണക്കാൻ. ഇപ്പൊ ഒരു ക്ലോക്ക് നടക്കുന്നു, ശരി, അത് നടക്കുന്നുണ്ട്. പക്ഷേ അത് നടത്തത്തക്ക വിധത്തിലുള്ള ഒരു ബുദ്ധിയുള്ള മനുഷ്യനുണ്ടായാൽ പിന്നെ അത് നടന്നോളൂ. ഇതുപോലെ തന്നെ വൈദ്യുതി സർവ്വവ്യാപകമാണെങ്കിലും അതിനെ ഇതേ പ്രകാരം ഇങ്ങനെ ആക്കണമെങ്കിൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യനുണ്ടായില്ല. ഇതുപോലെ നമ്മൾ ആകെപ്പാടൊന്ന് സൂക്ഷിച്ച് നോക്കണമെങ്കിൽ ഈ ലോകത്തിൽ മുഴുവൻ ഒരു മര്യാദ കാണും, ഒരു വ്യവസ്ഥിതി കാണും. ആ വ്യവസ്ഥിതി എന്താ? ഇംഗ്ലണ്ടിലെ കാക്കയും ചുറ്റൂരെ കാക്കയും അമേരിക്കയിലെ കാക്കയും ഒരുപോലെ. ശബ്ദത്തിന് അല്പസ്വല്പം വ്യത്യാസം ഉണ്ടാകുമെന്നല്ലാതെ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല. മനുഷ്യന്റെ ശരീരഘടനയ്ക്ക് വ്യത്യാസമില്ല. ആകെപ്പാടെ നോക്കുമ്പോൾ ഈ ലോകത്തിൽ മനുഷ്യനാരും ഉണ്ടാക്കാത്തതായ ഒരു വ്യവസ്ഥിതി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ തന്നെ ഒരു പഴം
ഒരു നല്ല പൂവമ്പഴം എടുത്തു, അത് നമ്മൾ തൊലിച്ചു, അതിനകത്തെ വേരും അതിൻ്റെ തൊലി ഇതൊക്കെ കൂടെ സൂക്ഷിച്ച് നോക്കി അത് തിന്നപ്പോൾ അതിൻ്റെ മധുരം ഇതെങ്ങനെ വന്നു? ഇതൊരു മനുഷ്യനും ഉണ്ടാക്കിയതല്ല. ശാസ്ത്രജ്ഞന്മാരൊക്കെ അത് കണ്ടുപിടിച്ചിട്ട് അതിനെ അനുകരിക്കുന്നു എന്നല്ലാതെ പിന്നെ ഒരിക്കലും പുതിയ ഒരാശയം അവരുണ്ടാക്കുന്നില്ല, പുതിയൊരു വസ്തു അവരുണ്ടാക്കുന്നില്ല, ഉള്ളതിനെ കൂട്ടിയിണക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആകപ്പാട് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് സൂക്ഷിച്ച് നോക്കാമെങ്കിൽ സർവജ്ഞനായി സത്യസങ്കല്പനായിരിക്കുന്ന ഒരു മഹാശില്പിയെ, ഒരു വലിയ എഞ്ചിനീയറെ എഞ്ചിനീയറുടെ കൈ നമുക്ക് കാണാൻ സാധിക്കും. എയ്ൻസ്റ്റീൻ വലിയ തത്വശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പ്രപഞ്ചത്തെ മുഴുവൻ ഞാൻ നല്ലതുപോലെ അപഗ്രഹിച്ചപ്പോൾ എനിക്ക് കാണാൻ പാടില്ലാത്തതായ വിദഗ്ധമായ ഒരു ശില്പിയുടെ കൈവിളയാട്ടം ഈ പദാർത്ഥങ്ങളിലെല്ലാം ഞാൻ കാണുന്നുണ്ടെന്ന് അദ്ദേഹം ഒരു അവസാന ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം വിശിഷ്ടമായ ഒരു ചേതന വസ്തു നാം എന്നിലും നിങ്ങളിലും സർവത്രയുണ്ട്. അതിനെ വെളിപ്പെടുത്തുന്നതാണ് വേദം, ഉപനിഷത്ത്.